ഹലോ മോട്ടി മീഡിയയുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ജീവിതത്തിൽ വിജയം നേടിയ പ്രശസ്തരായിട്ടുള്ള എത്ര പേരെ പറ്റി നിങ്ങൾക്കറിയാം? വിരാട് കോഹ്ലി, ഷാരൂഖ് ഖാൻ, പി സിന്ധു, സുന്ദർ പിച്ചൈ, ഇവരിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അവരുടെ നല്ല ശീലങ്ങളാണ് അല്ലേ? ജീവിത വിജയം നേടിയ ഒരാളും ഞാൻ ഒരുപാട് സമയം കിടന്നുറങ്ങുമെന്നോ ദിവസവും ജങ്ക് ഫുഡ്സ് കഴിക്കുമെന്നോ ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുമെന്നോ ഒന്നും പറയില്ല കേട്ടോ. അവരൊക്കെ നേരത്തെ ഉണർന്ന് ദിവസം മുഴുവൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് വീട്ടിലുണ്ടാക്കിയ ആരോഗ്യപരമായിട്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ടാണ് വിജയത്തിലേക്ക് നടന്നു കയറിയത്. ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. നമ്മൾ ഏത് കാര്യമാണോ ആവർത്തിച്ച് ചെയ്യുന്നത് അതാണ് നമ്മുടെ വ്യക്തിത്വത്തെ ഏറ്റവും സ്വാധീനിക്കുന്നത് എന്ന്. ഉദാഹരണത്തിന്, ഒരാൾ എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നാൽ സമൂഹം അയാളെ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളായിട്ടല്ലേ മാത്രമേ കാണുകയുള്ളൂ അല്ലേ? ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളെ സമൂഹം ഒരു അത്ലറ്റായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫ്രീക്കായിട്ട് കാണും. അതായത് ജീവിതത്തിൽ വിജയം നേടാൻ നല്ല ശീലങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. പക്ഷേ ഇത് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഇടയ്ക്കൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല ശീലങ്ങളൊക്കെ തുടങ്ങി വയ്ക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ മോട്ടിവേഷനൊക്കെ അങ്ങോട്ട് ചോർന്നു പോകില്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകും. പക്ഷേ സ്ഥിരമായിട്ട് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും സഹായിക്കുന്ന 4 വഴികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഇതിൽ 4ാമത്തെ മെത്തേഡ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? നമ്പർ 1 എന്ന് പറയുന്നത് നോ യുവർ വൈ. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് തുടർച്ചയായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഉദാഹരണമായിട്ട്, നവാസുദ്ദീൻ സിദ്ദിഖി എന്ന ആക്ടർ ചെറുപ്പം മുതലേ സിനിമാ നടനാകണമെന്ന മോഹവുമായിട്ട് ജീവിച്ച ഒരാളാണ്. വീട്ടിലൊരു TV പോലും ഇല്ലാതിരുന്ന കാലത്തും അദ്ദേഹം കിട്ടുന്ന പൈസയൊക്കെ കൂട്ടിവെച്ചിട്ട് സിനിമയ്ക്ക് പോകും. അങ്ങനെ സിനിമകൾ കാണുമ്പോൾ തനിക്കും ഇതുപോലെ ഒരു നായകനാകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് തോന്നി. പിന്നീട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്തു. എങ്കിലും നവാസിൻ്റെ സിനിമാ മോഹമുണ്ടല്ലോ, അതുപോലെ തന്നെ ഉള്ളിൽ അങ്ങോട്ട് ആളെ കത്തുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി കൂട്ടുകാരോടും മറ്റും പറഞ്ഞപ്പോൾ അവരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു. കാണാൻ ഒരു നായകൻ്റെ ഒരു ലുക്ക് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഭംഗിയോ ഒന്നും ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ കളിയാക്കലും മറ്റും കാര്യമാക്കാതെ നവാസ് തൻ്റെ സ്വപ്നം സഫലമാക്കാനായിട്ട് പ്രയത്നിക്കാൻ തുടങ്ങി, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അഭിനയം പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും പിന്നീട് ഫിലിം സിറ്റി ആയിട്ടുള്ള മുംബൈയിലേക്കൊക്കെ പോവുകയും ചെയ്തു. വീടിന് വാടക പോലും കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരുടെ ഒപ്പമാണ് അദ്ദേഹം ഒരു വീട്ടിൽ താമസിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, അതിന് പകരം വീട് മുഴുവൻ വൃത്തിയാക്കേണ്ട ജോലിയും ആഹാരം ഉണ്ടാക്കുന്ന ജോലിയൊക്കെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നോടെ. അദ്ദേഹം അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ എന്നിട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഗാങ്സ് ഓഫ് വസീപൂർ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് ലീഡ് റോള് കിട്ടിയത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ നവാസ് വിജയത്തിലെത്താൻ കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യവും അതിൽ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹവും നേടിയെടുക്കാനുള്ള ലക്ഷ്യവും എന്താണെന്ന് ആദ്യം നിങ്ങൾ കണ്ടെത്തണം. ഉദാഹരണമായിട്ട്, ജീവിത വിജയം നേടുന്ന മിക്ക ആളുകളും വ്യായാമം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും വ്യായാമം ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണ്? അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, നിങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നല്ല ശീലത്തിനും പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതലായിട്ട് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. ഇനി 2ാമത്തെ പോയിന്റിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് എല്ലാവർക്കും നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു കാര്യമാണല്ലേ. അതിപ്പോൾ ഏത് ജെൻഡർ ആയാലും. അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ അതൊരു ഹോർമോൺ ഇംബാലൻസ് അല്ലെങ്കിൽ ലോ ലിബിഡോ പോലുള്ള ഡിസോർഡർക്ക് ഉണ്ടാകാം. യുവാക്കൾക്ക് ലോ ലിബിഡോ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അഡൾട്ട് മൂവീസ് കൂടുതലായിട്ട് കാണുന്നതും മാനസിക സംഘർഷവും ഉത്കണ്ഠയും പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ്. നിങ്ങൾ കേട്ട് കാണുമല്ലേ, ഇതൊക്കെ നമ്മുടെ ആഹാര രീതി ശരിയല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതശൈലിയും ഡയറ്റിലും എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നത് ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾ ഈ മോശം ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഹെൽത്തി ഡയറ്റ് കഴിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം വേണ്ട ന്യൂട്രിയൻസ് കിട്ടാൻ സഹായിക്കുന്ന നല്ല സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് മാൻഷുവർ എനർജൈസർ സപ്ലിമെൻറ്റ്. ഇത് വളരെ സേഫും നോൺ അഡിക്റ്റീവുമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. ഇത് കെസാർ, അഗർക്കറ, സേഫ്ഡ് മൂസ്ലി, ഗോൾഡ് ബെസം
എന്നിങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് ഈ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ സെക്ഷൽ ഫങ്ഷനാലിറ്റി മെച്ചപ്പെടുത്തും എന്ന് മാത്രമല്ല നിങ്ങളെ കൂടുതൽ ഹെൽത്തിയും എനർജൈസ്ഡും ഒക്കെ ആക്കി മാറ്റും. സ്ട്രെസ്, ആൻസൈറ്റി എന്നിവ കുറയ്ക്കാൻ വരെ ഇത് സഹായിക്കുകയും ചെയ്യും. മാൻഷുവർ എനർജൈസർ പുരുഷന്മാരിലുള്ള ലിബിഡോ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന 100% നാച്ചുറൽ ആൻഡ് GMB ISO ആൻഡ് ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ്. ഇത് അഡൾട്ട്സിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇതിലൊരു ക്യാപ്സൂള് കാലത്തും രാത്രിയും ആഹാരത്തിന് ശേഷം കഴിക്കാം, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദിക് പ്രാക്ടീഷണർ സജസ്റ്റ് ചെയ്യുന്ന പോലെ കഴിക്കാം. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. ടു ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ശീലം തുടങ്ങി വെക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലും ഇത് തന്നെയാണ് പറയുന്നത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. അതായത് ഒരു കാര്യം നല്ല രീതിയിൽ തുടങ്ങി വെച്ചാൽ തന്നെ പകുതി ജോലിയും പൂർത്തിയായതുപോലെയാണ് എന്നാണ്. കാരണം ഒരു ജോലി ചെയ്ത് തുടങ്ങാനാണ് നമുക്ക് മടിയൊക്കെ തോന്നുന്നത്. പക്ഷേ അത് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തിയാക്കാനുള്ള മോട്ടിവേഷനൊക്കെ താനെ ഉണ്ടായിക്കോളും. പക്ഷേ ഈ തുടക്കം കുറിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. നമ്പർ 3, ദ 2 മിനിറ്റ് റൂൾ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വെറും 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളത് വളരെ എളുപ്പമായിട്ട് തോന്നും അല്ലേ? വെറും 2 മിനിറ്റ് നേരം ബുക്ക് വായിക്കാൻ അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം വ്യായാമം ചെയ്യാൻ നിങ്ങൾക്ക് ഒട്ടും മടി തോന്നാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ 2 മിനിറ്റ് റൂള് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പുതിയ ശീലം തുടങ്ങാനുള്ള ആദ്യത്തെ പടിയെ മറികടക്കാനുള്ള ഒരു നല്ല പോംവഴിയാണ്. നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം, ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു വലിയ കാര്യം ചെയ്തങ്ങ് തുടങ്ങാൻ ശ്രമിക്കും. അത് ചെയ്യാൻ തന്നെ നമുക്ക് മടി തോന്നും. ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദിവസം 1 മണിക്കൂർ വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യമൊക്കെ ഇത് വളരെ കാര്യമായിട്ട് ചെയ്യുമെങ്കിലും പിന്നെ ഈ 1 മണിക്കൂർ വ്യായാമം എന്നത് ഒരുപാട് പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് തോന്നും. പക്ഷെ അതിന് പകരം വരെ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ എക്സർസൈസ് ചെയ്ത് തുടങ്ങിയാൽ അത് മടി കൂടാതെ ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് കൂട്ടുകയും ചെയ്യാം. അതായത് ഒരിക്കലും ഒരുപാട് പ്രയാസമുള്ള കാര്യം ചെയ്ത് തുടങ്ങാതെ നിഷ്പ്രയാസം ചെയ്ത് തുടങ്ങാവുന്ന രീതിയിൽ ഒരു ശീലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്, തുടങ്ങുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഒരു മോശം ശീലം ഉപേക്ഷിക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേരം ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഉണ്ടല്ലോ 2 മണിക്കൂർ നേരത്തെ ഉണരാൻ നോക്കാതെ വെറും 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തെ ഉണരുക. പതിയെ പതിയെ ഇത് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ചെറിയ ചെറിയ തുടക്കത്തിൽ നിന്നും വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് പതിയെ എത്തിച്ചേരാൻ നമുക്ക് പറ്റും. സോ 4th പോയിന്റ്, യൂസ് ദി പവർ ഓഫ് ഐഡന്റിറ്റി. നമ്മളൊരു ശീലം തുടങ്ങുമ്പോൾ, അതായത് ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും സ്വഭാവവും മാത്രമാണ് മാറ്റാൻ നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മുടെ വ്യക്തിത്വം അഥവാ ഐഡന്റിറ്റി നമ്മൾ മാറ്റുന്നില്ല. അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം, ലൈഫ് ഗോൾ, ലൈഫ് സക്സസ് നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. ഉദാഹരണമായിട്ട് മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക് ഈ ശീലം ഉപേക്ഷിക്കണമെങ്കിൽ ഇനി ഞാൻ മദ്യം കഴിക്കില്ല എന്ന് മാത്രം തീരുമാനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ മദ്യം കഴിക്കാത്ത ഒരാളാണ് എന്ന് വിശ്വസിച്ച് തുടങ്ങണം. അതുപോലെ കാലത്ത് നേരത്തെ ഉണരാൻ ശ്രമിക്കുമ്പോൾ ഇനി മുതൽ നേരത്തെ ഉണരണം എന്നല്ലാതെ ഞാൻ എന്നും നേരത്തെ ഉണരുന്ന കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് എന്ന് ചിന്തിക്കണം. ഒരു ശീലം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ തന്നെ ഭാഗമായി കണ്ടാൽ പിന്നെ ശീലം ഉണ്ടാക്കാനുണ്ടല്ലോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും ബഡീസ്. അപ്പോൾ ഇതാണ് ജീവിത വിജയം നേടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഷുവറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ടാൽ മാത്രവും പോരാ, നിങ്ങളുടെ മനസ്സിൽ ഇത് പതിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ പറയുന്ന കാര്യങ്ങളിലല്ല, നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളത് ശ്രമിക്കുക. അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ചേഞ്ച് വരുമെന്ന് ഞങ്ങൾക്ക് ഷുവറാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ് സക്സസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ മോട്ടീവ് വീഡിയോ ഇന്ന് പോകുന്നു. സ്റ്റേ ട്യൂൺഡ്.